ഷാജിയൻ കരുണിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെ കൂടെ പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. മലയാള സിനിമയെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ അടയാളപ്പെടുത്തിയ മഹാപ്രതിഭയാണ് അരങ്ങൊഴിഞ്ഞത്. ഛായാഗ്രാഹകനായും സംവിധായകനായും ഷാജിയൻ കരുൺ മലയാള സിനിമയ്ക്ക് കയ്യൊപ്പ് ചാർത്തി. കഥാപാത്രങ്ങളുടെ മനോവികാരങ്ങൾ പ്രേക്ഷകന്റേതു കൂടിയായി മാറുന്ന സൂക്ഷ്മമായ ചിത്രീകരണത്തിലൂടെയാണ് ഷാജിയൻ കരുൺ അഭ്രപാളികളിൽ തിളക്കമായത്. ഛായാഗ്രാഹകനായി മലയാള സിനിമയിൽ അരങ്ങേറ്റം. 40ഓളം ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചു. വിഖ്യാത സംവിധായകൻ ജി അരവിന്ദനുമായുള്ള സൗഹൃദമാണ് ഷാജിയുടെ ജീവിതത്തിൽ നിർണായകമായത്. കാഞ്ചനസീത, തമ്പ്, കുമ്മാട്ടി, എസ്തപ്പാൻ, പോക്കുവെയിൽ, ചിദംബരം, ഒരിടത്ത് തുടങ്ങിയ ജി അരവിന്ദർ ചിത്രങ്ങളുടെ ഛായാഗ്രഹണം നിർവഹിച്ച അദ്ദേഹം മികച്ച ഛായാഗ്രാഹകനുള്ള ദേശീയ അവാർഡും 3 സംസ്ഥാന അവാർഡുകളും നേടി. KG ജോർജിന്റെ പഞ്ചവടിപ്പാലം, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, ലെനിൻ രാജേന്ദ്രന്റെ മീനമാസത്തിലെ സൂര്യൻ, ഹരിഹരന്റെ പാഞ്ചാഗ്നി, നക്ഷതങ്ങൾ, സർഗം, MTയുടെ മഞ്ഞ് തുടങ്ങി 40ഓളം സിനിമകളുടെ ഛായാഗ്രഹണം നിർവഹിച്ചു. സംവിധായകൻ എന്ന നിലയിൽ പിറവിയാണ് ആദ്യ ചിത്രം. പിറവിക്ക് 1989 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ പ്രത്യേക പരാമർശം ലഭിച്ചു. പിറകെ സ്വം, വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങളിലൂടെ കാൻ മേളയുടെ ഔദ്യോഗിക വിഭാഗത്തിൽ തുടർച്ചയായി 3 ചിത്രങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ലോക സിനിമയിലെ അപൂർവം സംവിധായകരിൽ ഒരാളായി. നിഷാദ്, കുട്ടിസ്രാങ്ക്, സോപാനം, ഓള് എന്നിവയാണ് മറ്റു ചിത്രങ്ങൾ. 14ഓളം ഹ്രസ്വചിത്രങ്ങളും സംവിധാനം ചെയ്തു. 7 ദേശീയ പുരസ്കാരങ്ങളും 7 സംസ്ഥാന പുരസ്കാരങ്ങളും ഷാജിയൻ കരുണിനെ തേടിയെത്തി. കലാസാംസ്കാരിക രംഗത്തെ സംഭാവനയ്ക്കുള്ള ഫ്രഞ്ച് സർക്കാരിന്റെ അന്താരാഷ്ട്ര അംഗീകാരമായ ദ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ഉൾപ്പെടെ ലഭിച്ച അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും നിരവധി. 2011 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2023 JC ഡാനിയൽ പുരസ്കാരവും ലഭിച്ചു. N കരുണാകരന്റെയും ചന്ദ്രമതിയുടെയും മകനായി 1952 കൊല്ലം ജില്ലയിലെ കണ്ടംചിറയിലാണ് ഷാജി ജനിച്ചത്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമാറ്റോഗ്രാഫിയിൽ ഡിപ്ലോമ നേടി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനവും ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ അധ്യക്ഷ സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. KSFDC ചെയർമാനായിരിക്കെയാണ് മരണം. ലോകം ആദരിച്ച സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച ഷാജിയൻ കരുൺ അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ ഇനിയും ജീവിക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.